കേരളത്തിലെ സമസ്തയുടെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ബഹുമാന്യരായ ഉമറാക്കളെ ചേർത്ത് പിടിക്കാൻ ഉലമാക്കൾ മുന്നോട്ട് വന്നപ്പോ ഉലമാക്കളുടെ വാക്കിന് വലിയ വില കൽപ്പിക്കാൻ മുന്നോട്ട് വന്നവരാണ് ഉമറാക്കള്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആരായിരുന്നു? പണ്ഡിതൻ എന്ന് പറയാമല്ലോ, സയ്യിദാണല്ലോ, വലിയ ബിസിനസ്സുകാരനാണല്ലോ, മുതലാളിയാണല്ലോ, ഇന്ത്യ കണ്ട രാഷ്ട്രീയ ചാണക്യന്മാരിൽ ഒരാളാണല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തപ്പോ മഹാനായ തങ്ങൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. സമസ്തയാണോ തീരുമാനിച്ചത് എങ്കിൽ അതാണ് എന്റെ കൂടെയുള്ളവരും നടപ്പിലാക്കേണ്ടത് എന്ന് ആർജവത്തോടെ പറഞ്ഞു മഹാനായ ബാഫക്കി തങ്ങൾ. MESന്റെ ചരിത്രം അങ്ങനെയാണ്. തുടക്കത്തിൽ നല്ല മുഖവുമായി വന്ന് വേര് പിടിക്കാൻ തുടങ്ങിയപ്പോ തനിനിറം പുറത്ത് കാണിച്ച MESന്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത മുശാവറ പറഞ്ഞു, MESന്റെ കൂടെ നിൽക്കരുത്, കൂടെ പ്രവർത്തിക്കരുത്, നിങ്ങൾ സഹകരിക്കരുത്. സമസ്തയുടെ അനുയായികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. മഹാനായ ബാഫക്കി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അല്ല. അദ്ദേഹം പ്രസിഡന്റായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് മഹാനായ ബാഫക്കി തങ്ങൾ പറഞ്ഞു, സമസ്ത വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കൂടെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുയായികളും പ്രവർത്തിക്കരുത്. അതിനേക്കാൾ വലിയ ഒരു ഉമറായിനെ കേരളം കണ്ടിട്ടില്ലല്ലോ. മഹാനായ PMS പൂക്കോയത്തങ്ങൾ ആരാണ്? അഖിലയും വേണ്ട കോകിലയും വേണ്ട എന്ന് തീരുമാനിച്ചത് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ല, മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? സമസ്ത തീരുമാനിച്ചു അഖില എന്ന് പറയുന്ന സമാന്തര പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം കവരാൻ വേണ്ടി വന്ന, ഈ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിന്റെ വളർച്ചയെ അംഗീകരിക്കാൻ പറ്റൂല, അതിന്റെ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റൂല. മുശാവറ തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ഉമറാക്കളിൽ അതിനേക്കാൾ വലിയ മറ്റൊരാളില്ലല്ലോ. മഹാനായ PMS പൂക്കോയ തങ്ങൾ പറഞ്ഞു, സമസ്ത അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മയുള്ളേ നിങ്ങൾക്ക്? 80കളുടെ അവസാനത്തിൽ കേരളം നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മലബാറിൽ നിന്ന് കുറ്റിപ്പരിച്ചുപോയി മധ്യ കേരളത്തിൽ ഒരു മഹാസമ്മേളനം നടത്താൻ ഒരു കൂട്ടം ആളുകൾ തീരുമാനമെടുത്തപ്പോ ബഹുമാനപ്പെട്ട സമസ്ത പലതവണ അവരെ ഗുണദോഷിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചു വരാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ അവസാനം അവർ സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, ആ സമ്മേളനത്തിൽ സമസ്തക്കാരും പങ്കെടുക്കരുത്. അന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്, എന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളവരും ആ സമ്മേളനത്തിൽ പോകരുത്. അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റ് അല്ല, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സമസ്തയല്ല, സമസ്തയുടെ പ്രസിഡന്റ് അല്ലായിരിക്കെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞാൽ കൂടെ നിൽക്കലാണ് ഇവിടെയുള്ള ഉമറാക്കളുടെ ദൗത്യം, ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മളും അതിലേക്ക് പോകരുത്. ഈ പാരമ്പര്യം ആരാണ് കളഞ്ഞു കുളിക്കുന്നത്? ഈ പാരമ്പര്യം തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തെ ഉത്തരേന്ത്യ പോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള സമാധാനാന്തരീക്ഷം തകർക്കണമെന്ന് കൊതിക്കുന്നവരാരാണ്? ഏതായാലും ഈ ശജറക്കൂട്ടത്തിലേക്ക് ഇന്നു മുതൽ മെമ്പർഷിപ്പ് എടുപ്പാൻ ഞാനും തയ്യാറാവുകയാണ് എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്. നമ്മളൊക്കെ വിചാരിച്ചത് ആരെല്ലാമോ പടുത്തുയർത്തിയ മനോഹരമായ തറയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നായിരുന്നു. പണ്ടുള്ളവർ ഇങ്ങനെ ത്യാഗം സഹിച്ചിരുന്നു, സമസ്തയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്നിരുന്നു. നഗ്നപാതരായി നടന്നു വന്ന് മുശാവറ യോഗത്തിൽ പങ്കെടുത്ത് അവരവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ചെല്ലിക്കാശ് കൊണ്ട് കഞ്ഞി കുടിച്ച് മലയും തോടും വയലുമൊക്കെ താണ്ടിക്കടന്ന് മദ്രസയും മഹല്ലുമൊക്കെ ഉണ്ടാക്കിയവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് നമ്മൾ ഇങ്ങനെ മനോഹരമായി പ്രസംഗിക്കാറുണ്ട്. നമ്മളോ വളരെ സുഖമായി പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ത്യാഗങ്ങൾ അനുഭവിക്കാതെ, സുഖസുഷുപ്തിയിൽ ഇവരുണ്ടാക്കി വെച്ച മനോഹരമായ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു.
80കളുടെ അവസാനത്തിൽ നടന്നതിന്റെ തനിയാവർത്തനം. മഹാനായ ശൈഖുന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ ഉൾപ്പെടെയുള്ളവരെ ബുദ്ധിഭ്രംശം സംഭവിച്ചു പോയവരാണ്. അവര് വീട്ടിലിരിക്കേണ്ടവരാണ്, അവര് കിതാബ് നോക്കേണ്ടവരാണ്, അവര് പൊതുകാര്യങ്ങളിൽ ഇടപെടാനുള്ള യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ചില ആളുകൾ സമസ്തയുടെ അകത്ത് നിന്ന് കലാപക്കൊടി ഉയർത്തിയതെങ്കിൽ 2023 ചെറിയൊരു മാറ്റം വന്നു എന്നേയുള്ളൂ. മഹാനായ ശൈഖുൽ ജാമിയ, നമ്മുടെ ആദരണീയനായ ഗുരുവര്യൻ ശൈഖുന ആലുക്കുട്ടി ഉസ്താദിന്റെ വാക്കുകൾക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കലാപകാരികൾ കൊടി ഉയർത്തുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. സമാനമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരമായ സംഗതികളല്ല. സമസ്തക്കൊരു പാരമ്പര്യമുണ്ട്. അന്യന്റേത് അപഹരിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ച പാരമ്പര്യമല്ല സമസ്തയുടെ പാരമ്പര്യം. ആണുങ്ങളെപ്പോലെ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആരുടെയെങ്കിലും നമ്മൾ തട്ടിയെടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു മഹല്ല് പോലും നമുക്കറിയാമല്ലോ. ആദരണീയരായ ഉസ്താദുമാരുടെ അടുക്കൽ ചെന്നിട്ട് ഇന്നാലിന്ന മഹലിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഉസ്താദെ ഞങ്ങൾ അവിടെ പോയി ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഞങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ പറഞ്ഞു തരുന്നൊരു മറുപടിയുണ്ട്, പ്രശ്നമുണ്ടാക്കണ്ട, അവർക്കാണ് ഭൂരിപക്ഷമെങ്കിൽ അവരങ്ങ് നടത്തിക്കോട്ടെ. സമസ്തയുടെ പാരമ്പര്യം അതാണ്. എന്നാൽ ഇവിടെ മറ്റു ചിലരുടെ പാരമ്പര്യം നമ്മൾ കണ്ടു. സമസ്തയുടെ പാരമ്പര്യം, സമസ്തയെ വിശ്വസിച്ചുകൊണ്ട് കൂടെ ഇറങ്ങി വന്നവരുണ്ടെങ്കിൽ അവർക്ക് വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ, ലക്ഷ്യത്തിലെത്താൻ, കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് സമസ്തയുടെ പാരമ്പര്യം. അതുകൊണ്ടാണല്ലോ വാഫി വഫിയ സംവിധാനവുമായി സമസ്തയുടെ ബന്ധം വിച്ഛേദിച്ചപ്പോ ആദരണീയനായ ശൈഖുന അഭിമന്യരായ സയ്യിദുൽ ഉലമ ആർജവത്തോടെ ഒരു മറുപടി പറഞ്ഞു, ഒരു പ്രസ്താവന നടത്തി. സമസ്തയെ വിശ്വസിച്ച് കൂടെ വരുന്ന കുട്ടികളുടെ പഠനം മുടങ്ങില്ല, അത് സമസ്ത ഏറ്റിരിക്കുന്നു. അഭിമന്യരായ ശൈഖുൽ ജാമിയ പറഞ്ഞു, ആ കുട്ടികളുടെ പഠനത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. അഭിമന്യരായ MT ഉസ്താദ് പറഞ്ഞു, ആ കുട്ടികളെ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട, അവരെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എപ്പോഴാ പറയുന്നത്? ഒരു സ്ഥാപനവും കൂടെയുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സമയത്താണ്. ആയിരക്കണക്കിന് മക്കൾ കലാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇവരെ എവിടെ കുടിയിരുത്തുമെന്ന് ഒരു ചിത്രവുമില്ലാത്ത സമയത്താണ് നമ്മുടെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ ഏറ്റു അവരെ, ഞങ്ങൾ സംരക്ഷിക്കും, അവർക്ക് ഇരിപ്പിടം കൊടുക്കും, അവർക്ക് പാർപ്പിടം കൊടുക്കും, അവർക്ക് പഠനത്തിനുള്ള സൗകര്യം കൊടുക്കും, അവർ അനാഥരാവില്ല. സമസ്ത വാക്ക് പാലിച്ചു, സമസ്ത വാക്ക് പാലിച്ചു. ഇന്ന് നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ, കർണാടക മുതൽ അങ്ങ് തെക്കൻ കേരളത്തിലെ ജില്ലകൾ വരെ പരന്നു കിടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് 2 മാസം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു സമസ്ത എന്ന മഹാപ്രസ്ഥാനം. 2 മാസം കൊണ്ട്, 2 മാസമേ ആയിട്ടുള്ളൂ. 40-ലധികം സ്ഥാപനങ്ങളിലായി ഏതാണ്ട് 3000-ലധികം കുട്ടികൾക്ക് പാർത്ത് പഠിക്കാൻ സൗകര്യമുള്ള വിധം മനോഹരമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് സമസ്ത പറഞ്ഞ വാക്ക് പാലിച്ചു. ഏതെങ്കിലും ഒരു സ്ഥാപനം പിടിച്ചെടുക്കാൻ സമസ്ത പോയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ ഇതിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടില്ല. അത് മാന്യതയാണ്, അത് സംസ്കാരമാണ്, അത് മാനവികതയുടെ അടയാളമാണ്. വിവരമുള്ളവർ, ലോകോത്തരമായ വിദ്യ നേടിയവർ, ഏറ്റവും കാലികമായ വിദ്യാഭ്യാസമുള്ളവർ എന്നൊന്നും പറയാൻ പറ്റാത്ത, പള്ളിയുടെ അകങ്ങളിൽ ഖുറാഫികളായി കഴിഞ്ഞുകൂടുന്ന ലോകം തിരിയാത്ത ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, അവര് ലോകത്തിന്റെ മുമ്പിൽ മാന്യത കാണിച്ചു. ഒരു കലാലയത്തിന്റെ മുമ്പിലും പോയി പിടിച്ചെടുക്കൽ സമരം നടത്തിയില്ല. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ കണ്ടത് സമസ്തയുടെ പണം കൊണ്ട് വളർത്തിയെടുത്ത് വലുതാക്കിയ സ്ഥാപനങ്ങളെ അത് സ്വന്തമാക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ നടക്കുകയാണ്. ന്യായമായി ചിന്തിക്കണ്ടേ? ഇവിടെ മാന്യന്മാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവണ്ടേ? എന്ത് ന്യായമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് വളാഞ്ചേരി മർക്കസ് സ്ഥാപിച്ചത് എന്ന്
ഇവിടെയുള്ള ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മഹാനായ ശൈഖുനാ കെ ഉസ്താദ് ജാമിയയിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ജാമിയയുടെ പ്രിൻസിപ്പളായിരുന്നു ഉസ്താദ്. ഇപ്പോഴും ഓർക്കുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരമാകുമ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് അഭിമന്യരായ ഉസ്താദ് ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങും. മഹാനായ ഉസ്താദ് യാത്ര ചെയ്യുന്നത് കാർത്തലയിലെ വളാഞ്ചേരിയിലെ മർക്കസിന്റെ അങ്കണത്തിലേക്കാണ്. അവിടെ നിന്ന് സബക്കെടുത്ത് പാഠം പറഞ്ഞ് പഠിപ്പിച്ചതിനു ശേഷം മഹാനായ ഉസ്താദ് പിന്നെ തന്റെ കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്തത് ഈ വളാഞ്ചേരിയിലെ കാർത്തലയിലെ മർക്കസിന്റെ അങ്കണത്തിൽ വന്ന് സേവകനായി ജീവിക്കാനാണ്. പ്രായാധിക്യത്തിലും ഒരുപാട് അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും മഹാനായ ഉസ്താദ് ആ പതിവ് മുടക്കിയില്ല. മർക്കസുമായി എനിക്കുള്ള ചെറിയ ചില ബന്ധങ്ങളുണ്ട്. ഞാൻ ജാമിയയിൽ പഠിക്കുമ്പോൾ 2 കൊല്ലവും ഞാൻ താമസിച്ച റൂമിൽ ഞാനല്ലാത്ത മുഴുവൻ ആളുകളും മർക്കസിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി ജാമിയയിൽ വന്ന വിദ്യാർത്ഥികളായിരുന്നു. എന്റെ റൂമിൽ കൂടെയുണ്ടായിരുന്ന എല്ലാവരും, ഞാൻ മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മർക്കസിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി ജാമിയയിലേക്ക് വന്നവരാണ്. മർക്കസിൽ നടന്ന മഹാസമ്മേളനം 80കളുടെ അവസാനത്തിൽ 90കളുടെ ആദ്യത്തിൽ നടന്ന ഒരു മഹാസമ്മേളനമുണ്ട്. 80കളുടെ അവസാനത്തിൽ ആ സമ്മേളനം കേരളം ശ്രദ്ധയോടുകൂടെ നോക്കിക്കണ്ട സമ്മേളനമായിരുന്നു. കൊടുവള്ളിയിലെ പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമ്മേളന വിവരം അറിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ കയറി ആ യാത്രയിൽ കക്കാട് വെച്ച് പള്ളിയിൽ കയറി അസർ നിസ്കരിക്കാനും വേണ്ടി കയറിയപ്പോ കക്കാട് പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വിഘടിത വിഭാഗം ശക്തമായി ചീത്ത വിളിച്ച് അവസാനം ചെറിയ രീതിയിലുള്ള തള്ളലുകളേറ്റ് അവിടുന്ന് തിക്താനുഭവം ഏറ്റുവാങ്ങി അവിടേക്ക് സമ്മേളന നഗരിയിലേക്ക് വന്ന അനുഭവം ഇപ്പോഴും മനസ്സിലുണ്ട്. വളാഞ്ചേരി മർക്കസിൽ നിന്ന് പ്രിന്റ് ചെയ്ത കലണ്ടറും എടുത്ത് വയനാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലൂടെ കയറിപ്പോയി അത് കൊടുത്ത് സമസ്തയുടെ അനുയായികളുടെ വീട്ടിന്റെ ചുമരുകളിൽ സമസ്തയുടെ ഒരു കലണ്ടർ തൂങ്ങണം എന്ന അത്യാർത്ഥിയോടുകൂടെ കലണ്ടറുമായി വീടുകൾ തോറും കയറിയിറങ്ങിയ അനുഭവം ഞാൻ ഇന്നും സന്തോഷത്തോടെ ഓർക്കുകയാണ്. എന്തുകൊണ്ട് വളാഞ്ചേരി മർക്കസിന്റെ കലണ്ടർ വാങ്ങാൻ ബസ്സിന് വന്ന് അതുമായി വയനാട്ടിൽ പോയി വീടുകൾ തോറും കയറിയിറങ്ങി അത് വിറ്റു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മഹത്തായ സമസ്തയുടെ ഒരു അടയാളമാണ്, സമസ്തയുടെ സ്ഥാപനമാണ്. അവിടെ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയ എന്ന മനോഹരമായ ആ കലണ്ടറിന്റെ അടിയിൽ ഒരു വരിയുണ്ട്, റൺ ബൈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റി. അതിന്റെ അർത്ഥം എന്താ? ഈ സ്ഥാപനം സ്ഥാപിച്ച് നടത്തുന്നത് മലപ്പുറം ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന്. പഴയ കലണ്ടർ എടുത്ത് മടിച്ചു നോക്കിയാൽ മതി. ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ അവരും സമ്മതിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കസ്. ആ മർക്കസ് അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ കൂടിയിരുന്ന് തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഇവിടെ സമസ്ത എതിർക്കുന്ന സംവിധാനമായതുകൊണ്ട് നിലവിലുള്ള സംവിധാനം തുടരേണ്ടതില്ല. മാന്യമായ തീരുമാനമല്ലേ അത്? അതോടൊപ്പം സമസ്തയുടെ ഏറ്റവും കാലികമായ സംവിധാനം ഇവിടെ നടപ്പിലാക്കണം. അത് തീരുമാനിച്ചത് മർക്കസ് കമ്മിറ്റിയാണ്, ഉത്തരവാദപ്പെട്ട നേതാക്കളുള്ള മർക്കസ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി തീരുമാനമെടുക്കുമ്പോ സമാധാനം ആഗ്രഹിക്കുന്ന, നന്മ കൊതിക്കുന്ന, ഇവിടെ ഒരു പ്രശ്നമുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന, ദീൻ എന്ന് പറയുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സംവിധാനമല്ലല്ലോ, കളവിന് കൂട്ടു നിൽക്കേണ്ടുന്ന പ്രസ്ഥാനമല്ലല്ലോ ദീന്. കളവ് നടത്തിയോ വഞ്ചന നടത്തിയോ വളർത്താൻ കഴിയുന്നതല്ലല്ലോ ദീന്. ദീനി ഉലൂം എന്ന് പറയുന്നത് നേർവഴിയിലൂടെ പഠിക്കണ്ടേ? അതിന് പകരം ഇവിടെ കളവ് പ്രചരിപ്പിച്ച് ഈ തീരുമാനത്തെ അട്ടിമറിച്ച് സമസ്തക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘശക്തിയെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് വാശി പിടിക്കുന്നത് ആരാണ്? അത് മാന്യതയാണോ? കേരളീയ സമൂഹം ഉത്ബുദ്ധരല്ലേ, വിവരമുള്ളവരല്ലേ? അവർ ചിന്തിക്കണം, ഇത് മാന്യതയാണോ? ഏതെങ്കിലും ഒരു സ്ഥാപനം, CIC നേരിട്ട് സ്ഥാപിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സമസ്തയുടെ കുട്ടികൾ വന്നിട്ട് ഇവിടെ ഞങ്ങൾ നിർബന്ധമായും സമസ്തയുടെ സിലബസ് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ആ പറഞ്ഞത് ശരിയല്ല, അത് ശരിയല്ല. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ സമസ്തയുടെ സിലബസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല.
AP വിഭാഗം സ്ഥാപിച്ചതിൽ സമസ്തയുടെ സിലബസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ സമസ്തയുടെ സിലബസും വിദ്യാഭ്യാസ സംവിധാനവും നടപ്പിലാക്കണമെന്ന് പറയുന്നതിൽ ശരികേടെവിടെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ശരി വിളിച്ചു പറയുന്നവരൊക്കെ ഷജറകളാണോ? എങ്കിൽ ആ ഷജറകളാണ് ശരിയെന്ന് 1000 തവണ അത്യുച്ചത്തിൽ വിളിച്ചു പറയാൻ നമുക്ക് മടിയില്ല. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ഘടകം ഉലമാ ഉമറ കൂട്ടായ്മയാണ്. ആ ഉലമാ ഉമറ കൂട്ടായ്മ തകർക്കാൻ ശ്രമിച്ച ഒരുപാട് ശക്തികൾ ഉണ്ടായിട്ടുണ്ട്. 80കളുടെ അവസാനത്തിൽ സമസ്തയിൽ നിന്ന് ചിലർക്ക് പുറത്തു പോകേണ്ടി വന്നത് ആ ഒരു തന്ത്രത്തിൽ അവരകപ്പെട്ടു പോയത് കൊണ്ടാണ്. 2023 വീണ്ടും അത്തരം ചില അജണ്ടകളുമായി ചിലരും രംഗത്ത് വരുമ്പോ അതിൽ അകപ്പെട്ടു പോകുന്നത് അപകടമാണ് എന്ന് അത്തരക്കാരോട് പറഞ്ഞു കൊടുക്കാനുള്ള വിശാലതയെങ്കിലും അവരെ താങ്ങി നടക്കുന്നവർക്കുണ്ടാവണം. ഇത് അപകടമാണ്. കേരളത്തിൽ മദ്രസകൾ ഉണ്ടായി, വ്യാപകമായ മദ്രസകൾ. ആരാ മദ്രസകൾ ഉണ്ടാക്കിയത്? സമസ്തയാണ്. സമസ്തയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമസ്ത കുറെ ചാക്കിൽ കാശിന്റെ കെട്ടുമായി വന്ന് ഒരു നാട്ടിലങ്ങ് തള്ളി, നിങ്ങൾ മദ്രസ ഉണ്ടായിക്കോളി. എന്നിട്ട് മദ്രസ ഉണ്ടാക്കിയതിനു ശേഷം പറഞ്ഞു, ഇതാ ഇനിയും ഞങ്ങൾ കാശ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തള്ളിത്തരാം, നിങ്ങൾ മുഅല്ലിങ്ങളെ നിയമിച്ചോളി. അതാണോ സമസ്ത ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം? സർക്കാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം? പഞ്ചായത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം അത് അവനവന്റെ പോക്കറ്റിലുള്ള കാശ് കൊണ്ട് മുഖ്യമന്ത്രി ഉണ്ടാക്കിയെന്നാണോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കിയെന്നാണോ? അതിവിടെയുള്ള പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ നേതൃസ്ഥാനത്ത് ആരാണോ അവരതിന്റെ ശിലാസ്ഥാപനം നടത്തും, അവരതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എന്നിട്ട് അത് ഇന്ന കാലത്തുള്ള ഭരണസമിതിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ അത് എഴുതി വെക്കുകയും ചെയ്യും. അതല്ലേ സത്യം? ആരും അവനവന്റെ പോക്കറ്റിലുള്ള കാശ് കൊടുത്തിട്ടുണ്ടാക്കിയതല്ല ഇവിടെയുള്ള ഒരു സംവിധാനവും. അതെല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത്. അത്ര തന്നെ സമസ്തയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുണ്ടാക്കാൻ നിമിത്തമായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ്. ആണ് എന്ന് വളരെ കൃത്യമായി അറിയാം. ഈ കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയാൽ അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബഹുഭാഷാ പണ്ഡിതരായ ലോകോത്തര നിലവാരമുള്ള മൂല്യമുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉടമകളാണല്ലോ ഈ പറയുന്നവര്. അതിർത്തിക്കപ്പുറത്തേക്കൊന്ന് പോയി നോക്കണം. അവിടെയുണ്ട് മുസ്ലിങ്ങള്, അവിടെയുണ്ട് സമ്പന്നര്. കേരളത്തിലുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നരെക്കാൾ വലിയ സമ്പന്നരുണ്ട് കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ. എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പുരോഗതി അവിടെ ഒന്നുമില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഉലമ ഉമറ ബന്ധം ഒട്ടും തൃപ്തികരമല്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നില്ല. ഉലമാക്കൾ, അവിടെയുള്ള ഉലമാക്കൾ ഒരു ദിശയിലൂടെ സഞ്ചരിച്ചു, ഉമറാക്കൾ മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ചു. കേരളത്തിലെ ഉലമാക്കൾ ചെയ്ത പണി എന്താ? കേരളത്തിലെ ഉലമാക്കൾ ഇവിടെയുള്ള ഉമറാക്കളെ കൂട്ടുപിടിച്ചു, ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്ത വിജയങ്ങളൊക്കെയും. അഭിമന്യരായ ഉലമാക്കൾ ഉമറാക്കളെ ചേർത്ത് പിടിച്ചപ്പോ അവര് എങ്ങനെയെങ്കിലും കുതറി മാറി മറ്റൊരു മാർഗത്തിലേക്ക് പോയില്ല. പകരം ഉലമാക്കളുടെ കൂടെ നിന്നു. പാരമ്പര്യം അതാണ്. സമസ്തയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. 60ാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല. 70ാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല. 85ാം വാർഷികം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല. 90ാം വർഷം ആഘോഷിച്ചത് ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മാത്രം ചാന്ദ്രവർഷത്തിന്റെ കണക്ക് നോക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് തിരിയുന്നില്ല. തിരിയാത്തത് കൊണ്ട് തന്നെ പറയാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ സമസ്തയുടെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. ബഹുമാന്യരായ ഉമറാക്കളെ ചേർത്ത് പിടിക്കാൻ ഉലമാക്കൾ മുന്നോട്ട് വന്നപ്പോ ഉലമാക്കളുടെ വാക്കിന് വലിയ വില കൽപ്പിക്കാൻ മുന്നോട്ട് വന്നവരാണ് കേരളത്തിലെ ഉലമാക്കള്, ഉമറാക്കള്.
മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആരായിരുന്നു? പണ്ഡിതൻ എന്ന് പറയാമല്ലോ, സയ്യിദാണല്ലോ, വലിയ ബിസിനസ്സുകാരനാണല്ലോ, മുതലാളിയാണല്ലോ, ഇന്ത്യ കണ്ട രാഷ്ട്രീയ ചാണക്യന്മാരിൽ ഒരാളാണല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തപ്പോ മഹാനായ തങ്ങൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. സമസ്തയാണോ തീരുമാനിച്ചത് എങ്കിൽ അതാണ് എന്റെ കൂടെയുള്ളവരും നടപ്പിലാക്കേണ്ടത് എന്ന് ആർജവത്തോടെ പറഞ്ഞു മഹാനായ ബാഫക്കി തങ്ങൾ. MESന്റെ ചരിത്രം അങ്ങനെയാണ്. തുടക്കത്തിൽ നല്ല മുഖവുമായി വന്ന് വേര് പിടിക്കാൻ തുടങ്ങിയപ്പോ തനിനിറം പുറത്ത് കാണിച്ച MESന്റെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത മുശാവറ പറഞ്ഞു, MESന്റെ കൂടെ നിൽക്കരുത്, കൂടെ പ്രവർത്തിക്കരുത്, നിങ്ങൾ സഹകരിക്കരുത്, സമസ്തയുടെ അനുയായികൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. മഹാനായ ബാഫക്കി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അല്ല. അദ്ദേഹം പ്രസിഡന്റായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് മഹാനായ ബാഫക്കി തങ്ങൾ പറഞ്ഞു, സമസ്ത വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ കൂടെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുയായികളും പ്രവർത്തിക്കരുത്. അതിനേക്കാൾ വലിയ ഒരു ഉമറായിനെ കേരളം കണ്ടിട്ടില്ലല്ലോ. മഹാനായ PMS പൂക്കോയത്തങ്ങൾ ആരാണ്? അഖിലയും വേണ്ട കോകിലയും വേണ്ട എന്ന് തീരുമാനിച്ചത് അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ല, മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? സമസ്ത തീരുമാനിച്ചു, അഖില എന്ന് പറയുന്ന സമാന്തര പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം കവരാൻ വേണ്ടി വന്ന, ഈ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിന്റെ വളർച്ചയെ അംഗീകരിക്കാൻ പറ്റൂല, അതിന്റെ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കാൻ പറ്റൂല. മുശാവറ തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കുന്ന ഉമറാക്കളിൽ അതിനേക്കാൾ വലിയ മറ്റൊരാളില്ലല്ലോ. മഹാനായ PMS പൂക്കോയ തങ്ങൾ പറഞ്ഞു, സമസ്ത അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇവിടെ അഖിലയും വേണ്ട കോകിലയും വേണ്ട. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മയുള്ളേ നിങ്ങൾക്ക്? 80കളുടെ അവസാനത്തിൽ കേരളം നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മലബാറിൽ നിന്ന് കുറ്റിപ്പരിച്ചുപോയി മധ്യ കേരളത്തിൽ ഒരു മഹാസമ്മേളനം നടത്താൻ ഒരു കൂട്ടം ആളുകൾ തീരുമാനമെടുത്തപ്പോ ബഹുമാനപ്പെട്ട സമസ്ത പലതവണ അവരെ ഗുണദോഷിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ടും തിരിച്ചു വരാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ അവസാനം അവർ സമ്മേളനവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, ആ സമ്മേളനത്തിൽ സമസ്തക്കാരും പങ്കെടുക്കരുത്. അന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്, എന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളവരും ആ സമ്മേളനത്തിൽ പോകരുത്. അദ്ദേഹം സമസ്തന്റെ പ്രസിഡന്റ് അല്ല, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സമസ്തയല്ല, സമസ്തയുടെ പ്രസിഡന്റ് അല്ലായിരിക്കെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞാൽ കൂടെ നിൽക്കലാണ് ഇവിടെയുള്ള ഉമറാക്കളുടെ ദൗത്യം, ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മളും അതിലേക്ക് പോകരുത്. ഈ പാരമ്പര്യം ആരാണ് കളഞ്ഞു കുളിക്കുന്നത്? ഈ പാരമ്പര്യം തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തെ ഉത്തരേന്ത്യ പോലെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കണമെന്ന് കൊതിക്കുന്നവരാരാണ്? ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവന്ദരായ ഉലമാക്കളും ഉമറാക്കളും പിരിവെടുത്തും അധ്വാനിച്ചും ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളിൽ സമസ്തയ്ക്ക് എതിരിലുള്ളത് പഠിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? നിഷ്പക്ഷമായി വിലയിരുത്തണം, തിരുത്താൻ പറ്റുന്നതൊക്കെ തിരുത്തണം, എന്നിട്ട് നേർവഴിയിലേക്ക് വരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം അടിവരയിട്ട് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുണ്ടോ ആ സ്ഥാപനങ്ങളിലൊക്കെ ഒരു കലാപത്തിനും ഞങ്ങളില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഞങ്ങളില്ല. ന്യായമായ വഴിയിൽ നേരിന്റെ മാർഗത്തിൽ ആ സ്ഥാപനങ്ങളിലൊക്കെ സമസ്ത വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിലാർക്കും ഒരു സംശയവും വേണ്ട എന്ന് വളരെ വിനയത്തോടുകൂടെ അവരെ ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങൾ ഇവിടെ വന്നത് ഹൃദയത്തിനകത്ത് നിറയെ സമസ്ത എന്ന ആവേശമായത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് വരൂല. പരിസരത്ത് നിന്ന് പോലും വന്ന് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഇതൊരു ജിഹാദാണ്. ആ ജിഹാദിന്റെ തുടക്കമാണിത്. നമ്മൾ ആരെയും ഏതെങ്കിലും വിധത്തിൽ വെല്ലുവിളിക്കാനോ വാശി തീർക്കാനോ അല്ലിത്. ന്യായവും സത്യവും
പുലർന്ന് കാണണം. സത്യം വിജയിക്കണം, നീതി നടപ്പിലാവണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മുടെ നേതൃസ്ഥാനത്ത് സയ്യിദുൽ ഉലമയുണ്ട്, ശൈഖുൽ ജാമിയുണ്ട്, MT ഉസ്താദുണ്ട്, അനേകം സാദാത്തുകളുണ്ട്. ഈ ഇരിക്കുന്ന സാദാത്തുകളൊക്കെയും നമ്മുടെ മുമ്പിൽ നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. എങ്കിൽ ഒരു പേടിയും വേണ്ട, ഒരാശങ്കയും വേണ്ട. ഈ ജിഹാദ് വിജയത്തിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. സർവശക്തനായ അള്ളാഹു വിജയിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.